ഏവർക്കും എൻ്റെ ചാനൽ ലേൺ ടു കോഡ് ഫ്രം സീറോ ടു ഹീറോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ബേസിക്കിനെ കുറിച്ചിട്ടുള്ള ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതായത് ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് ലാംഗ്വേജിന്റെ ജമ്പിങ്, ബ്രാഞ്ചിങ്, ലൂപ്പിങ്ങിന്റെ ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും അറിയാത്ത കാലത്ത് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ബേസിക്. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻട്രഡക്ഷൻ. A computer program is a set of statements which are normally executed sequentially in the increasing order of the statement numbers. കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വിച്ച് ആർ എക്സിക്യൂട്ടഡ് സീക്വൻഷ്യലി, ഒന്ന് കഴിഞ്ഞ് അടുത്തത്, ആ ഒരു ഓർഡറിൽ. പക്ഷേ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് ലൈൻ നമ്പേഴ്സ് കൊടുക്കും ഇൻക്രീസിങ് ഓർഡറിൽ. അതും കൂടെ നമ്മൾ ആദ്യം പഠിച്ചു. അപ്പൊ സീക്വൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിക്കേണ്ടത്. ഇപ്പൊ പ്രിപ്പയറിംഗ് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യും? അതിന്റെ ഒരു അൽഗോരിതം എഴുതുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്ന ഓർഡർ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ടേക്ക് എ വെസൽ, pour water to it. ആദ്യം നമ്മൾ പാത്രം എടുക്കും, അതിൽ വെള്ളം ഒഴിക്കും. കീപ് ദ വെസൽ ഓൺ ദ ബർണർ ആൻഡ് സ്വിച്ച് ഓൺ ആൻഡ് ലെറ്റ് ഇറ്റ് ഗെറ്റ് ബോയിൽഡ്. നമ്മൾ എന്താ ചെയ്യുക? കീപ് ദ വെസൽ ഓൺ ദ ബർണർ ആൻഡ് സ്വിച്ച് ഓൺ ആൻഡ് ലെറ്റ് ഇറ്റ് ഗെറ്റ് ബോയിൽഡ്. പാത്രം നമ്മൾ ബേണറിൽ വെച്ച് സ്വിച്ച് ഓൺ ചെയ്ത് അത് ബോയിൽ ആവാനുള്ള കാത്തിരിക്കും. വെയിറ്റ് ഫോർ സം ടൈം. വൺസ് ഇറ്റ് ഗെറ്റ്സ് ബോയിൽഡ് ആഡ് ടീ പൗഡർ. നമ്മൾ അതിന് ശേഷം ചായപ്പൊടി ഇടും അതിൽ, അല്ലേ? ടേക്ക് എ വെസൽ ആൻഡ് add milk powder and sugar to it and pour the boiled tea to it and mix well. Wait for some time and let it get cool and serve hot. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഒരു വെസൽ എടുക്കും, അതിൽ വെള്ളം ഒഴിക്കും, പിന്നെ ആ വെസൽ ബേണറിൽ വെച്ച് ചൂടാൻ വേണ്ടി കാത്തിരിക്കും. വൺസ് അത് തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചായപ്പൊടി ഇടും. ചായപ്പൊടി ഇട്ടതിന് ശേഷം അത് നല്ലോണം തിളച്ചതിന് ശേഷം വേറൊരു പാത്രത്തിൽ മിൽക്ക് പൗഡർ, പാൽപ്പൊടി വെച്ചിട്ടുള്ള ചായയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പാൽപ്പൊടി ഇട്ട് ഷുഗറും പഞ്ചസാരയും ഇട്ട് പിന്നെ ഈ തിളച്ച ചായ അത് ഇതിലേക്ക് ഒഴിക്കും. ഇതിനെ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് ആറ്റിയതിന് ശേഷം നമ്മളത് സെർവ് ചെയ്ത് കുടിക്കും. അതല്ലേ സാധാരണ ഉണ്ടാവുക. അപ്പം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻ സീക്വൻഷ്യൽ ഓർഡറിൽ നമ്മൾ എഴുതി. അതിനെയാണ് നമ്മൾ പറയുന്നത് അൽഗോരിതം, സീക്വൻസ്. അപ്പൊ ഫസ്റ്റ് കൺസെപ്റ്റ്, പ്രോഗ്രാമിങ്ങിലുള്ള ആദ്യത്തെ കൺസെപ്റ്റ് ആണ് സീക്വൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, റൈറ്റ് എ പ്രോഗ്രാം ടു ആഡ് 2 നമ്പേഴ്സ്. വേറൊരു എക്സാമ്പിൾ എടുക്കുക. ആഡ് 2 നമ്പേഴ്സ്. 2 + 5 എന്താണ്? 7 ആണ്. അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്? സീക്വൻസ് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ സീക്വൻസസ് പ്രിപ്പറേഷൻ ഓഫ് ടീ or adding 2 numbers or adding 3 numbers, etc. In certain cases, we may have to repeat a set of instructions until a condition is met. So, we may have to use any of the following. എന്തൊക്കെ വേണം? ജമ്പിങ് ഉപയോഗിക്കേണ്ടി വരും ചില സമയത്ത്, ബ്രാഞ്ചിങ് ഉപയോഗിക്കേണ്ടി വരും, ലൂപ്പിംഗ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇതൊരു ബേസിക് ഇൻട്രഡക്ഷൻ ആണ്. അതിൽ ബേസിക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, അതിൽ ആദ്യം ബേസിക്കിലുള്ള ഗോ ടു സ്റ്റേറ്റ്മെന്റ്, ഓൺ ഗോ ടു സ്റ്റേറ്റ്മെന്റ്, ഇഫ് ദെൻ സ്റ്റേറ്റ്മെന്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതിലാദ്യം ഗോ ടു സ്റ്റേറ്റ്മെന്റ്. ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് ഓഫ് ഓൾ ദ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കോസസ് ദ കമ്പ്യൂട്ടർ ടു ജംപ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ ദ പ്രോഗ്രാം. അതിൽ ഗോ ടു എൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് നമ്പർ ആണ്. n is the line number of the statement in the program. Go to 20 ആവാം, go to 30 ആവാം, go to 60 ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ജമ്പിങ് എന്ന് പറഞ്ഞത് തന്നെ 2 തരത്തിലുള്ള ജമ്പ് ഉണ്ട്. ഫോർവേഡ് ജമ്പ്, മുന്നോട്ടുള്ള ജമ്പ് ആവാം, ബാക്ക്വേർഡ് ജമ്പ്, ബാക്കിലേക്ക് പിറകോട്ടുള്ള ജമ്പും ആവാം. അതിലൊരു പ്രോഗ്രാമാണ് ഫോർവേഡ് ജമ്പിന്റെ ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 10 read a, b, 20 read x, y, 30 go to 70, 40 let x equal to x into x, 50 let y equal to y into y, 60 print x, y, 70 let x equal to a into x, 80 let y equal to b into y, 90 print x, y, 100 data 5, 4, 3, 2 and 110 n. അപ്പൊ റീഡ് a, b. ആദ്യം നമ്മൾ എന്താണ്? a, b. എയിൽ എന്ത് വരും? അപ്പൊ റീഡ് സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞ ഉടനെ
ഡാറ്റ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പൊ എയുടെ വേരിയബിളിന്റെ അകത്ത് 5 വരും, ബി വേരിയബിളിന്റെ അകത്ത് 4 വരും, എക്സിന്റെ അകത്ത് എന്ത് വരും? 3 വരും, വൈയുടെ അകത്ത് 2 വരും. അതിനുശേഷം നെക്സ്റ്റ് ലൈൻ നമ്പർ 30 സ്റ്റേറ്റ്മെന്റ് നമ്പർ 30 ഗോ ടു 70യിലേക്ക് പോകും കൺട്രോള്. അവിടെ എന്താ സംഭവിക്കുന്നത്? ലെറ്റ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്. അപ്പൊ എന്താണ്? 5 ഇൻറ്റു 3 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. ലെറ്റ് വൈ ഈക്വൽ ടു, അപ്പം ആ 70 എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ടേക്കാണ് സീക്വൻസ് ആയിട്ട് പോകും. ലെറ്റ് വൈ ഈക്വൽ ടു ബി ഇൻറ്റു വൈ. വൈയിൽ എന്താണ് വരുന്നത്? 4 ഇൻറ്റു 2 8 വരും. അപ്പൊ പ്രിന്റ് എക്സ് കോമ വൈ. അപ്പൊ എന്തൊക്കെ പ്രിന്റ് ചെയ്യും? 15ഉം പ്രിന്റ് ചെയ്യും, പിന്നെ 8ഉം പ്രിന്റ് ചെയ്യും, പിന്നെ 110 എൻഡ് ചെയ്യും. അതാണ് ഫോർവേഡ് ജമ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. അടുത്തത് ബാക്ക്വേർഡ് ജമ്പ്. 10 let x equal to 1, 20 let y equal to x into x, 30 print y, 40 let x equal to x plus 1, 50 go to 20, 60 end. ഇവിടെ ഈ ഒരു കേസിൽ ലെറ്റ് എക്സ് ഈക്വൽ ടു 1, എക്സിന് നമ്മൾ എന്ത് കൊടുത്തു? 1 അസൈൻ ചെയ്ത് കൊടുത്തു. ലെറ്റ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ്, 1 ഇൻറ്റു 1. വൈ എക്സിന്റെ അകത്ത് ഇപ്പൊ ആദ്യം എന്താ ഉള്ളത്? 1 ആണുള്ളത്. അപ്പൊ വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ്, അതായത് 1 ഇൻറ്റു 1. അപ്പൊ പ്രിന്റ് വൈ, വൈക്കകത്ത് എന്താ ഉള്ളത്? 1 ആണുള്ളത്. ലെറ്റ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പൊ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ്, എക്സിൽ അപ്പൊ ആദ്യം എന്തുണ്ട്? 1 ഉണ്ട്. 1 പ്ലസ് 1 ചെയ്തപ്പോ എക്സ് എന്തായി? 2 ആയി. 2 ആയി കഴിഞ്ഞ ശേഷം ഗോ ടു 20. അപ്പൊ ബാക്ക്വേർഡ് ജമ്പ് കണ്ടോ? ബാക്ക്വേർഡ് ജമ്പ് ആണ്. പിറകോട്ട് ജമ്പ് ചെയ്തിട്ട് ലെറ്റ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ്. അപ്പൊ എക്സിൽ ഇപ്പൊ എന്താ ഉള്ളത്? 2. വൈ ഈക്വൽ ടു 2 ഇൻറ്റു 2 ആയി. പ്രിന്റ് വൈ 2. പിന്നെ എന്തായി? എക്സ് 3 ആവും. പിന്നെയും ബാക്കോട്ട് പോയി 3 ഇൻറ്റു 3, 3 ഇൻറ്റു 3 9. അപ്പം 2 ഇൻറ്റു 2 x equal to 1, y equal to 1 into 1, 2, let x equal to 1, let y equal to 1 into 1, print y, print 1, let x equal to x plus 1, 1 plus 1 x 2 ആയി, പിന്നെ go to 20. അപ്പം x 2 ആയപ്പോൾ എന്താ? 2 into 2 4. വൈയുടെ അകത്ത് എന്ത് വരും? 4 വരും. ആ 4 ആണ് പ്രിന്റ് ചെയ്യുക. പിന്നെ 2 കഴിഞ്ഞ് x എന്തായി? 3 ആയി. പിന്നെ go to 3 into 3 9 വരും. അപ്പൊ എങ്ങനെയാ? ഏത് ഓർഡറിലാണ് വരിക? 1 4 9 16 25 ആ ഓർഡറിൽ അങ്ങനെ പോകും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണ്? എന്താ ഇവിടുത്തെ പ്രത്യേകത? ഒരിക്കലും ഇതിന് എൻഡ് ഇല്ല. ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പ് ആയിട്ടാണ് പോണത്. അതാണ് ഇവിടുത്തെ ഒരു ഡ്രോബാക്ക്. ഇങ്ങനെ ഒരു ഡ്രോബാക്ക്, അതായത് ഒരു ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആസ് എ പ്രോഗ്രാമർ വി ഹാവ്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് സ്റ്റേറ്റ്മെന്റ്സ്, അതിനൊരു കണ്ടീഷൻ കൊടുക്കും. കണ്ടീഷൻ കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യും. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 10 ആവുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡു ദിസ് ആസ് ലോങ് ആസ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 10 ആവുന്ന വരെ ചെയ്താൽ മതി. അതിനുശേഷം എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ലൂപ്പിലേക്ക് വരും. അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇന്ന് ഈ ഒരു ദിവസം നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഫോർവേഡ് ജമ്പും ബാക്ക്വേർഡ് ജമ്പും ആണ്. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.